നമുക്ക് പെണ്ണുങ്ങളെ കളിയാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സ്ഥിര ഏർപ്പാടാണ്. അങ്ങനെ കാരണം ഈ സംസ്കാരം കേട്ടോ, ഞാനൊരു രഹസ്യം പറയാം, മൈക്കിളിലുകൊണ്ട് വളരെ എളുപ്പമാണ് രഹസ്യം പറയാം. ഈ സംസ്കാരം എന്ന് പറഞ്ഞ കച്ചവടം ആണുങ്ങളുടെ ആണ് കേട്ടോ. ഈ ഭാഷ ആരുടെ ഭാഷയാണ്? മലയാളം. ഇത് ആണുങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഭാഷയാണ്. തെളിവ് വേണോ? തെളിവ് ഞാൻ പറയാം. സ്വന്തം ഭാഷ എന്ന് ആണുങ്ങൾക്ക് പറയാൻ പറ്റും, അവനവൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ മതി. ഇതൊരു സ്ത്രീക്ക് പറയാൻ പറ്റില്ല, അവളുടെ ഭാഷ എന്ന് പറഞ്ഞാൽ ചിരിക്കൂലേ? അത് വളരെ സിമ്പിളാണ്. എങ്ങനെ ഇത്രയെങ്കിലും ഉദാഹരണം. ഇപ്പോൾ ആദർശ പുരുഷൻ എന്നൊരു വാക്കുണ്ട് മലയാളത്തിൽ, ആദർശ സ്ത്രീ ഇല്ല. ചരിത്ര പുരുഷനുണ്ട്, ചരിത്ര സ്ത്രീ ഇല്ല. കാരണം ചരിത്രം നിർമ്മിക്കുന്നത് ആരാണ്? പുരുഷനാണ്. ആരുടെ ചരിത്രം? പുരുഷൻ്റെ ചരിത്രം. അപ്പം ഞങ്ങൾ ഈ ആണുങ്ങൾ എന്ന് പറയുന്ന പോക്കരികൾ ചില സൗജന്യം കാണിക്കുന്നതുകൊണ്ടാണ് നിങ്ങളൊക്കെ മലയാളം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അത് ഞാൻ വേറെ തെളിവ് വേണോ? മാധവിക്കുട്ടി ആത്മകഥ എഴുതാൻ വന്നപ്പോൾ അത് എഴുതി ഇംഗ്ലീഷിലാണ്. അവർക്കറിയാം ഇത് പെണ്ണുങ്ങളുടെ ഭാഷയല്ല. ഉണ്ടോ? പെണ്ണുങ്ങൾക്ക് ഒരുമാതിരി ഞാൻ പറയാം, ഒരു കൊള്ളാവുന്നൊരു കാര്യം എന്നതിന് നമ്മുടെ ഭാഷയിലെ വാക്ക് ആണത്തെന്ന. ഇന്ദിരാഗാന്ധിയെ പറ്റി ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് കേൾക്കുന്ന എന്താണ്? അവർ പ്രധാനമന്ത്രിയാണ്, അവരുടെ മന്ത്രിസഭയിൽ ഒരു പുരുഷനേ ഉള്ളൂ, അത് ഇന്ദിരാഗാന്ധിയാണ്. കേട്ടോ? അപ്പോൾ കാര്യപ്രാപ്തി, ഇച്ഛാശക്തി, തീരുമാനമെടുക്കാനുള്ള പ്രാപ്തി, ധൈര്യം, ഇതൊക്കെ ആരുടെ ഗുണങ്ങളാണ്? അത് ആണുങ്ങളുടെ ഗുണങ്ങളാണെന്ന് പെണ്ണുങ്ങൾക്കും കൂടി അറിയാം. കേട്ടോ? കാരണം ഇത് വർക്ക് ചെയ്യുന്ന അങ്ങനെയാണ്, ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്ന അങ്ങനെയാണ്. അതായത് ചെറുമൻ താഴെയാണ് എന്ന് നമ്പൂരി പഠിച്ചു വെച്ചൊരു കാര്യമില്ല. ആര് പഠിക്കണത്? നമ്പൂരി പഠിക്കണം. ആണോ? ചെറുമൻ പഠിക്കണം. ചെറുമൻ പഠിച്ചാലേ ആ സിസ്റ്റം വർക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം, വെള്ളക്കാരെ നമ്മളെക്കാളും മേലുള്ള ആൾക്കാരെ നമുക്കൊക്കെ അറിഞ്ഞൂടെ? എല്ലാവർക്കും അറിയാം അല്ലേ? എല്ലാവർക്കും അറിയാം. അപ്പോഴാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. കാരണം നമ്മുടെ ആചാരോപചാരങ്ങളും നമ്മുടെ ഭക്ഷണ രീതികളും നമ്മുടെ വേഷവും ഒന്നും അല്ല കേമായിട്ടുള്ള ഏതാണ്? ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. ഞാനൊരു പാൻസും കോട്ടും ടൈയോ ഓവർകോട്ടും ഒക്കെ ഇട്ട് വന്നിരുന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബഹുമാനം ഉണ്ടാവില്ലേ? ഉണ്ടാവും. എനിക്കറിയാം. അതിന് തെളിവ് വേണോ? നിങ്ങളുടെ എല്ലാ ചാനലിലും പ്രധാനപ്പെട്ട വാർത്ത വായിക്കുന്ന ആളുടെ വേഷം യൂറോപ്യൻ്റെ വേഷമാണ്. കണ്ടോ? അത് നമ്മൾ കളിയാക്കാനുള്ളതാണ്. അത് കാരണം ഇതുപോലൊരു ഷർട്ടും മുണ്ടും ഇരുന്ന് വായിച്ചാൽ ഇത് വായുന്നേ, ഇത് വായാതായിപ്പോയെങ്കിലല്ലേ നിങ്ങൾ വേറിട്ട്. അപ്പോൾ ഒരു പാൻസും കോട്ടും ടൈയും ഒക്കെ കെട്ടിയൊരു വിദ്വാൻ പറയുന്നതാണ് ആധികാരികം. അതിനാണ് വിശ്വാസ്യത. എതിരുണ്ടോ? ബഷീറിൻ്റെ കഥാപാത്രം ചോദിക്കുക, എതിരുണ്ടോ? അപ്പോൾ അങ്ങനെ നമ്മുടെ ആചാരോപചാരങ്ങൾ, ഭക്ഷണ രീതികൾ, ഭാഷണ രീതികൾ ഒക്കെ ഇപ്പോൾ എന്താണ്? ടി വിയിൽ ഹായ് എന്ന് പറഞ്ഞ് വരുന്നു, ബായ് എന്ന് പറഞ്ഞ് പോകുന്നു. നമ്മുടെ ചെറുപ്പക്കാരിലൊക്കെ ശരീരഭാഷ എന്ന് പറയുന്നത് എന്താണ്? യൂറോപ്യനാണ്. അവരിപ്പോൾ ഉച്ചരിക്കുന്നത് എന്താ? തിരുവോണത്തിന് എന്നാണ്. ഇംഗ്ലീഷിൻ്റെ മട്ടിൽ പറയാൻ തിരുവോണത്തിന്. കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പം നമുക്ക് മനസ്സിലായി എന്ത്? മലയാളം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇരിക്കട്ടെ. അപ്പോൾ ഇതൊരു ആയുധമാണ്. ആരുടെ ആയുധം? ഇത് എല്ലാ കാലത്തും രാജാക്കന്മാർക്കെതിരായിട്ടുണ്ടായിരുന്ന സാധനം ഫലിതമാണ്. നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരു നാടകത്തിൻ്റെ പേര് ഞാൻ പറയാം, അഭിജ്ഞാന ശാകുന്തളം. അപ്പോൾ രാജാവിനെ പരിഹസിക്കാൻ അവകാശമുള്ള ഒരു നർമ്മ സജീവൻ ഒരു വിനോദത്തിനൊരു മന്ത്രിയെ നിയമിച്ചിട്ടുണ്ട്. ഒന്നുണ്ടാവില്ല. ഇന്നിപ്പോൾ മോദിയുടെ മന്ത്രിസഭയിലോ പിണറായി വിജയൻ്റെ മന്ത്രിസഭയിലോ ഒക്കെ പറയാൻ പാടുണ്ടോ? അവിടെ ഇവരെ പരിഹസിച്ച് കളിയാക്കുന്ന ഒരു മന്ത്രിയെ വെക്കുമോ? ആലോചിക്കാൻ പറ്റുമോ? ആലോചിച്ചു. രാജാധിപത്യത്തിൻ്റെ കാലത്തുണ്ട്. ഉണ്ടോ? രാജാവിനെ കളിയാക്കുന്നു, രാജാവിൻ്റെ പ്രേമത്തെ കളിയാക്കുന്നൊക്കെ ആരാണ്? ഈ നർമ്മ സജീവനാണ്. ആ നാടകത്തിലുണ്ട്. അന്നത്തെ നാടകം എന്ന് പറഞ്ഞാൽ, സംസ്കൃതത്തിലെ നാടകത്തിലുള്ള പ്രധാനപ്പെട്ട യോഗ്യത എന്താണെന്ന് വെച്ചാൽ അതിൽ നായകനായിട്ട് രാജാവ് മാത്രമേ വരാൻ പാടുള്ളൂ. എന്താ കാരണം? അന്ന് നാട്ടിലെ നായകനാണ് രാജാവ്, നാടകത്തിലെ നായകനും അദ്ദേഹം തന്നെയാണ്. അത് 4-5 വെറൈറ്റി പറയും. ധീര ലളിതൻ, ധീരോദ്ധതൻ എന്നൊക്കെ അതേ പാടുള്ളൂ എന്നാണ്. നാഥോദയമായിട്ട് പറഞ്ഞ നാടകം, അങ്ങനെയാണ് നിർവചനം. അത് ട്രാജഡി എഴുതാൻ പാടില്ല. ട്രാജഡി എഴുതെന്താ? രാജാവ് കുടുങ്ങും, രാജാവാണല്ലോ നായകൻ, രാജാവ് തോറ്റുന്നോ മരിച്ചുപോയെന്നൊന്നും പറയാൻ പാടില്ല. നാഥോദയമായിട്ട്, നാഥൻ്റെ ഉദയം കാണിക്കുന്നതായിട്ട് വേണമെന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്ന കാര്യം, അധികാരികൾ, പണ്ഡിതന്മാർ, പണക്കാർ, ജന്മിമാർ ഒക്കെ പരിഹസിക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതിലൂടെ ചാക്യാരുണ്ടായിരുന്നു. അതൊരു വംശത്തിൻ്റെ കുലത്തൊഴിലായിരുന്നു. എന്ത്? തമാശ പറയൽ കുലത്തൊഴിൽ. കണ്ടോ? അഭിനയിക്കുകയും തമാശ പറയും ചെയ്യാന്നുള്ളത് അത് ചാക്യാരല്ലേ എന്ന് പറയും. അദ്ദേഹത്തിന് ബഷീറിൻ്റെ കുഞ്ഞുതാച്ചുമ്മ പറഞ്ഞ മാതിരി ലൈനസ് ഉണ്ട്. ഞാൻ പറവേ, എനിക്ക്
ലേനസ് ഉണ്ട് എന്നാണ് മകള് കുഞ്ഞുപാത്തമ്മയോട് കുഞ്ഞാച്ചുമ്മ പറയുന്നത്. അവൾക്ക് ലേനസ് ഉണ്ട്. എന്ത് പറയാൻ ലേനസ് ഉണ്ട്? അപ്പം ഞാൻ അങ്ങനെ ഒരു ലേഖനം എഴുതിയിരുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ തലവെട്ടിപ്പോട്ടെ. എം എം മണി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനൊരു ലേഖനം എഴുതി മനോരമയിൽ, എം എം മണിക്ക് ലേനസ് ഉണ്ട്. ഇത് ലേനസ് ഉണ്ടല്ലോ, ലേനസ് ഉണ്ടാവും. ലേനസ് ഉള്ള ചില ആളുകളുണ്ട്.